ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എന്നെ കുറുമ്പീസ് വേൾഡ്. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഇതപ്പോൾ ഞങ്ങളുടെ ഓണം സെലിബ്രേഷൻ വ്ളോഗാണേ. ഓണത്തിന് ഞങ്ങൾ നാട്ടിലോട്ട് പോവാണ്. നാട്ടിലോട്ടെന്ന് പറഞ്ഞാൽ കാസർഗോഡിനാണ് ഞങ്ങൾ പോകുന്നത്. ഇപ്പം ഞങ്ങളുള്ളത് കോട്ടയത്താട്ടോ. അപ്പോൾ പോകുന്നത് ഞാൻ, ചേട്ടൻ, പൊന്നു, പിന്നെ ചേട്ടൻ്റെ പെങ്ങളും മോളും ഹസ്ബൻഡും കൂടെയാണ് ഞങ്ങൾ പോകുന്നത്. മോൻ നേരത്തെ പോയി കേട്ടോ. അവൻ സ്കൂൾ അടച്ചപ്പോഴേ പോയി. അപ്പോൾ നമുക്ക് ട്രെയിൻ ഒരു 2 മണിക്കൂർ ലേറ്റായിരുന്നു. 10:15 പറഞ്ഞ ട്രെയിൻ 12:30 ആയപ്പോഴാണ് വന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ സംഭവിക്കുന്നത് പിള്ളേർക്ക് ഭയങ്കര വിശപ്പായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് വിശക്കും അവർക്ക്. അപ്പോൾ അവർക്ക് വിശപ്പ് മാറാൻ വേണ്ടി ലേസ് മതി എന്നാണ് പറയണത്. ഞാൻ ലേസ് മേടിക്കാൻ വേണ്ടി പോയി. അത് മേടിച്ചുകൊണ്ടിരിക്കുമ്പം അത് ഞാൻ കുലുക്കി നോക്കിയപ്പോൾ ഉണ്ടല്ലോ, അതിനകത്തൊന്നുമില്ല. 1-2 എങ്ങാനേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ 10 രൂപയുടെ ഒരെണ്ണം മേടിക്കത്തില്ലേ വെളിയിൽ നിന്ന്, അത്രയൊക്കെ ഉള്ളൂ. പക്ഷേ ഇതിന് ഭയങ്കര വിലയാണ്. അല്ലെങ്കിലും ഈ റെയിൽവേ സ്റ്റേഷൻ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വെളിയിലുള്ളതിനേക്കാളും സാധനത്തിന് റേറ്റ് കൂടുതലായിരിക്കുമല്ലോ. എന്താണേലും അവിടെ നിന്ന് ട്രെയിൻ വന്നു. രാത്രി ആയതുകൊണ്ട് എല്ലാവരും കിടന്നായിരുന്നു. കാരണം 12:30 ആ ഒരു സമയമായപ്പോഴേക്കും ഏകദേശം എല്ലാവരും ഉറക്കമായിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ നമ്മൾ തന്നെ രാത്രിയിലത്തെ വീഡിയോസ് എടുക്കാൻ പറ്റില്ല. ലൈറ്റ് ഇട്ട് എല്ലാവരെയും ബുദ്ധിമുട്ടിപ്പിക്കണ്ടെന്ന് വെച്ചിട്ട് രാത്രിയിലത്തെ എടുത്തില്ല. അവൾ പറയുന്നത് കേട്ടോ, രാവിലെ ആയപ്പോഴേക്കും പല്ല് വെച്ചില്ല, പക്ഷെ കഴിപ്പ് അവിടെ തകൃതിയായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ ആയി. പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അനിയൻ വന്നു. അനിയൻ വന്ന് വണ്ടി കൊണ്ട് വന്നു. നമ്മൾ വണ്ടി കയറിയിട്ട് വീട്ടിലോട്ട് പോവുകയാണ്. പോകുന്ന വഴിക്ക് നമ്മൾ നബിദിനം അന്നായിരുന്നു. അപ്പോൾ നബിദിന റാലിയും പരിപാടികളെ കണ്ടപ്പോഴേക്കും അതിൻ്റെ ഒരു വീഡിയോ കൂടെ ചെറുതായിട്ടൊന്ന് എടുത്തു. അങ്ങനെ എന്താണെങ്കിലും നമ്മൾ വീട്ടിലെത്തി. ഇപ്പം നമ്മൾ താമസിക്കുന്നത് വാടക വീട്ടിലാട്ടോ. നമ്മുടെ വീട് പണി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്താണെങ്കിലും ഞങ്ങളിവിടെ വീട്ടിൽ വന്നു. ഇവിടെ അമ്മയും കുട്ടനുമാണ് താമസിക്കുന്നത്. കുട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേട്ടൻ്റെ അനിയൻ കേട്ടോ. അപ്പം അനിയനും അമ്മയാണ് താമസിക്കുന്നത്. അതാട്ടോ അമ്മ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിക്കഴിഞ്ഞ് പിന്നെ ഭയങ്കര എല്ലാവരും കുറേ നേരം സംസാരിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം ഓണക്കോടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും പരസ്പരം ഓണക്കോടിയൊക്കെ കൊടുത്തു. ഇട്ട് നോക്കലും അങ്ങനെയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പല്ല് തേക്കാൻ വേണ്ടി പോയി. അത് കഴിഞ്ഞ് നമ്മൾ ഓൾറെഡി വരുമ്പോഴേക്കും അമ്മ അപ്പവും കടലക്കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം വരുമ്പോൾ എല്ലാവരും പല്ലൊക്കെ തേച്ച് വന്നപ്പോഴേക്കും അത് കഴിച്ചു കഴിഞ്ഞ് പിള്ളേർ നേരെ പൂക്കളിടാൻ വേണ്ടി ഇറങ്ങി. അവർക്ക് അമ്മ പൂക്കൾ പറിച്ചെല്ലാം മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ കൊണ്ട് പറ്റുന്ന പോലെ ഉള്ളത് വെച്ചിട്ട് കുഞ്ഞു പൂക്കളൊക്കെ ഉണ്ടാക്കി. അത് കഴിഞ്ഞ് പിന്നെ ഒരു ഡാൻസ് പ്രാക്ടീസൊക്കെ ഉണ്ടായിരുന്നു. ഓണത്തിന് വേണ്ടി കളിക്കാൻ വേണ്ടി, ഓണത്തിന് വീഡിയോ എടുക്കാൻ വേണ്ടി അതവർ ചെയ്തു. പിന്നെ നമ്മുടെ കുട്ടൻ്റെ കമ്പ്യൂട്ടറിൽ പൊന്നുൻ്റെ എന്നല്ല പിള്ളേരുടെയൊക്കെ കുറേ കുഞ്ഞിലത്തെയൊക്കെ വീഡിയോസ് കാണാം. എന്ത് ക്യൂട്ടാന്ന് നോക്കിയാൽ പൊന്നുനെ കാണാം. അപ്പോൾ അത് കാണുന്ന കണ്ടപ്പോഴേക്കും ഞാൻ അതിൻ്റെ കുറേ വീഡിയോസ് എടുത്തു. കുറേ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മളെല്ലാം ഇവിടെ ആഡ് ചെയ്യുന്നില്ല. ഞാൻ കുറച്ചേ ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ക്ലിപ്പ് മാത്രം എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ നോക്കുമ്പം അമ്മ മാങ്ങ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് രണ്ടുപേരും കൂടെ കഴിക്കുന്നതാണ് ആ കാണുന്നത്. ഒരു ബോട്ടിൽ നിറച്ചുണ്ടായിരുന്നു. അത് മൊത്തം തീർത്തു. എല്ലാവരും കൂടെ തീർന്ന്. എല്ലാവരും എന്ന് പറഞ്ഞാൽ പിള്ളേർ തന്നെ കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഇവർ കളിയായിരുന്നു. 3 പേരും കൂടെ ഒന്നിക്കുമ്പം ഭയങ്കര കളിയായിരിക്കുമല്ലോ. അങ്ങനെ വെള്ളത്തിൽ കളി കുറച്ച് കൂടുതലാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ വീട് കാണാൻ പോവുകയാണ്. ഞങ്ങളുടെ വീട് പണി നടക്കുന്നത് തൊട്ടടുത്ത് തന്നെയാണ്. അവിടുന്ന് കുറച്ച് ദൂരം എന്ന് പറയാനൊന്നുമില്ല, ഒരു 5 മിനിറ്റ് പോലും നടക്കാനില്ല, അത്രയും അടുത്ത് തന്നെയാണ്. അങ്ങനെ നമ്മൾ നേരെ വീട് പണിയുന്നത് കാണാൻ വരുവാണ്. അപ്പോൾ പൊന്നും കിങ്ങിണിയും നാട്ടം മറ്റേ മോളുടെ പേര്, ചേട്ടൻ്റെ പെങ്ങളുടെ കൊച്ചിൻ്റെ പേര്. കിങ്ങിണിയും പൊന്നും കൂടെ വന്നിട്ട് നമുക്ക് വീടൊക്കെ പരിചയപ്പെടുത്തി തരികയാണ്. ഇത് റൂമാണ്, ഇത് അടുക്കളയാണ്, ഇത് ഹാളാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പരിചയപ്പെടുത്തുകയാണ്. അവർക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. എന്താണെന്ന് വെച്ചാൽ അവർ വീട് പണി തുടങ്ങിയിട്ട് ഇപ്പോഴാണ് വരുന്നത്. വീട് പൊളിക്കുന്നതിന് മുമ്പേ വന്നിട്ടുള്ള ആ പിള്ളേർ. അത് കഴിഞ്ഞ് ഇപ്പോഴാണ് വരുന്നത്. അപ്പോൾ അവർക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. അവരുടെ തറവാടല്ലേ, അതുകൊണ്ട് അവരിങ്ങനെ ഓരോന്ന് കാണിച്ചു തരികയാണ്. അത് കഴിഞ്ഞ് എൻ്റെ മുകളിലും വലിഞ്ഞു കയറി കേട്ടോ. വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാനും വലിഞ്ഞു കയറി. കാരണം ബാക്കി വീഡിയോ എടുക്കണമെങ്കിൽ ഇവരുടെ പുറകെ കയറണമല്ലോ. ഞാനും കയറി. വീടൊക്കെ മൊത്തമായിട്ട് ചുറ്റിക്കണ്ടു. നല്ല വീടാണ്. പഴയ വീടിനേക്കാളും കുറച്ചുകൂടെ വലിയ വീടാണ്. അതിൻ്റെ തൊട്ട് താഴെ തന്നെയാണോ നമ്മുടെ കാവുള്ളത്. അങ്ങനെ കാവിൽ ശ്രീ ചാമുണ്ടേശ്വരിയാണ്.
അങ്ങനെ ഇതാണ് നമ്മുടെ കാവ്. കാവിലെ ഉത്സവം വരുന്നത് ഫെബ്രുവരി മാസത്തിലാട്ടോ. ഫെബ്രുവരി ആദ്യമൊക്കെയാണ് കാവിലെ ഉത്സവം വരുന്നത്. മോള് കുഞ്ഞായിരുന്ന സമയത്തൊക്കെ നമ്മളെല്ലാ വർഷവും വരുമായിരുന്നു. അച്ഛൻ തുലാഭാരമൊക്കെ വെക്കും, അപ്പോൾ നമ്മളത് വേണ്ടി വരുമായിരുന്നു. പിന്നെ സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങിയപ്പോഴേക്കും വരവ് കുറഞ്ഞു കേട്ടോ. ആ സമയത്തൊക്കെ സ്കൂൾ കാണും. അങ്ങനെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു എന്താ പറയുക, വെള്ളം അങ്ങനെ ഒഴുകി പോകുന്നത്. ഇവിടുന്നാണ് ഞാനൊക്കെ അലക്കാനൊക്കെ വരാറ് പണ്ടൊക്കെ. വെച്ചാൽ നമ്മളിവിടെ എപ്പോഴും വരുമായിരുന്നു. മോള് സ്കൂളിൽ പഠിക്കുന്നതിന് മുന്നേ. സ്കൂളിലായ പിന്നെയാണ് വരവ് കുറഞ്ഞത്. വെക്കേഷന് മാത്രമേ പിന്നെ വരലുള്ളൂ. അപ്പം അവിടെ നിന്നായിരുന്നു അലക്കുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്ന് ചക്കപ്പഴം ഉണ്ടായിരുന്നു, നല്ല പഴുത്ത ചക്കപ്പഴം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം എല്ലാവരുടെയും വെച്ചാൽ അമ്മയുടെയും ഞങ്ങളുടെയൊക്കെ പണിയൊക്കെ കഴിഞ്ഞു, കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും കൂടെ ഇവിടെ ഇരുന്നിട്ട് ഭയങ്കര സംസാരമൊക്കെയാണ്. ഞങ്ങളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ നാളത്തെ കാര്യങ്ങളും എവിടെയെങ്കിലും പോകണോ, ഫോട്ടോഷൂട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പുറത്ത് ഭയങ്കര കളിയാണ്. കളിയെന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ കളി കേട്ടോ. അവർക്ക് വെള്ളം എന്ന് പറഞ്ഞാൽ അവരുടെ വീക്ക്നെസ്സാണ്. പിന്നെ അത് കഴിഞ്ഞ് അവർ പോയി കുളിച്ചിട്ട് പിന്നെ വന്നപ്പോഴേക്കും ഊണൊക്കെ റെഡിയായിരുന്നു. പിന്നെ എല്ലാവരും കൂടെ സദ്യ കഴിക്കാൻ വേണ്ടിയിരുന്നു. ഒരു വർഷത്തിന് ശേഷമാണ്, ഒരു വർഷത്തിൻ്റെ മുകളിലായി എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നിട്ട് ഇങ്ങനെ കഴിക്കുകയൊക്കെ ചെയ്തിട്ട്. അതൊരു ഭയങ്കര രസമല്ലേ, എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര രസമാണ്. അങ്ങനെ ഞാൻ പറഞ്ഞു ഹാപ്പി ഓണം പറയാൻ പറഞ്ഞു നമ്മുടെ വീഡിയോസ് കാണുന്നവർക്ക് വേണ്ടി. അപ്പോൾ എല്ലാവരും ഹാപ്പി ഓണമൊക്കെ പറഞ്ഞു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബാക്കി പണികളൊക്കെ കാണുമല്ലോ, നമ്മുടെ ജോലിയൊക്കെ ചെയ്ത് കൊണ്ടിരിക്കുമ്പോൾ വെളിയിൽ നോക്കിയപ്പം അച്ഛനും മക്കളും കൂടെ ഭയങ്കര കബഡി കളിയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ എല്ലാ വർഷവും ചെയ്യുന്ന പോലെ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ടൊരു ഓണാഘോഷ പരിപാടി പോലെ വെക്കാം എന്ന് പറഞ്ഞു. ഫസ്റ്റ് തന്നെ നമ്മൾ കസേര കളിയാണ് വെച്ചത്. അതിൽ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ചേച്ചി ഔട്ടായി. നമ്മളെല്ലാ റൗണ്ടും എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ എല്ലാം കൂടെ ആഡ് ചെയ്യാൻ പറ്റില്ല, വീഡിയോയ്ക്ക് ഭയങ്കര ലെങ്ത്താണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചേ എടുത്തുള്ളൂ. ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞ് പിന്നെ കളി കൂടെ ലാസ്റ്റ് ആയപ്പോഴേക്കും പൊന്നൂസും കിങ്ങിണിയും മാത്രമായി. അപ്പോൾ അവിടെ ചേട്ടനൊരു കോമഡിക്ക് കാണിക്കുന്ന കേട്ടോ, അത് അവർക്കൊന്നും പറ്റിയൊന്നുമില്ല, ചുമ്മാ ഒരു രസം. അത് കഴിഞ്ഞിട്ട് പിന്നെ നാരങ്ങ സ്പൂണാണ്. നാരങ്ങ സ്പൂൺ ഇല്ലാത്തത് കൊണ്ട് നാരങ്ങ സ്പൂണിന് പകരം ഞങ്ങൾ നെല്ലിക്ക സ്പൂണാണ് ചെയ്തത്. കാരണം ഞങ്ങൾക്ക് നാരങ്ങ ഇല്ലായിരുന്നു, നെല്ലിക്ക ഉണ്ടായിരുന്നു. നെല്ലിക്ക വെച്ചിട്ട് നെല്ലിക്ക സ്പൂൺ കളിച്ചു. അതിലും അച്ഛനും മോളുമാണ് ലാസ്റ്റ് വന്നത്. അച്ഛൻ ജയിച്ചു. പിന്നെ അത് കഴിഞ്ഞ് മിഠായി പെറുക്കൽ, അതിന് പകരം നമ്മൾ ചെറുപയർ ഇട്ട് കൊടുത്തിട്ട് പെറുക്കാൻ പറഞ്ഞു കേട്ടോ. അതൊക്കെ നല്ലതാണ് ചെയ്യുന്നത് പിള്ളേരുടെ ബ്രെയിനിനൊക്കെ. നമ്മളിങ്ങനെ ഓരോന്നോരോന്നായിട്ട് പെറുക്കുമ്പം, അതുകൊണ്ട് അങ്ങനെ ഒരു ഗെയിം വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനൊരു ഗെയിം, ഈ ഗെയിമിൻ്റെ പേരെന്താണെന്നറിയില്ല, ഒരു ആക്ട് കാണിക്കുക, എന്നിട്ട് അതിങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ കാണിക്കുന്നത്. എൻ്റെ പൊന്നോ ഒന്നും പറയണ്ട, ഇതെടുക്കുന്ന സമയത്ത് ഞാൻ ചിരിച്ച് ഒരു വഴിയായിരുന്നു. ഇത് അവരിപ്പം 5 പേര് നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു 5 പേരും കാണിക്കുന്നുണ്ട്, 1-2 വെച്ചിട്ട് കാണിക്കുന്നുണ്ട്. അപ്പം ഒത്തിരി ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം കൂടെ ഇതിനകത്ത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ലല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഞാൻ കുറേ ഇട്ടായിരുന്നു, പക്ഷേ ഭയങ്കര ലെങ്ത്തായി പോകും. അപ്പോൾ പിന്നെ ആവശ്യത്തിന് വേണ്ടി മാത്രമായിട്ട് ഞാനങ്ങ് കുറച്ചു. എന്താണേലും ഒന്നും പറയണ്ട, ഞാനിത് ചിരിച്ചൊരു വഴിയായിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. ഭയങ്കര രസമായിരുന്നു. ചേട്ടനും ചേച്ചിയൊക്കെ ഭയങ്കര പൊളിയാണ് കേട്ടോ. സാധാരണ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുക എന്ന് പറയുമ്പോഴേക്കും ഒരു ചമ്മലൊക്കെ കാണിക്കത്തില്ലയോ, അങ്ങനെയൊന്നും ഇവർക്കില്ലായിരുന്നു. അവർ നമ്മുടെ കൂടെ കട്ടയ്ക്ക് വന്നു. പിള്ളേരാണെങ്കിലും ചേച്ചിയാണെങ്കിലും ചേട്ടനാണെങ്കിലൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടമാവുകയാണെങ്കിൽ, അതായത് ഞങ്ങളുടെ ഈ കോമാളിത്തരങ്ങളും ഇങ്ങനെയുള്ള ഇതൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ ഇതെന്നല്ല, ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. എന്നിട്ട് അതിന് നേരെ അടുത്തുള്ള ആ ബെൽ ബട്ടൺ നല്ല അമർത്തി അങ്ങ് ഞെക്കി വെക്കുകയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ വരും കേട്ടോ എല്ലാ വീഡിയോസിൻ്റെയും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും കാണാൻ പറ്റും, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻസായിട്ട് രേഖപ്പെടുത്തുക, ഷെയർ ചെയ്യുക. അങ്ങനെ ഞങ്ങളെ ഫുൾ സപ്പോർട്ടാക്കുക കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഇവിടെ ഞങ്ങൾ ഭയങ്കര അടിപൊളിയായിട്ട് ഗെയിംസൊക്കെ തകൃതിയായിട്ട് നടത്തുവാണ്. ഞങ്ങളുടെ കയ്യിൽ ഒരു സാധനവും ഇല്ല, നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഞങ്ങൾ ഗെയിം കളിക്കുന്നത്. ഇതിനെ വാല് പറിച്ച് കളിയുന്നു, അങ്ങനെ എന്തോ ഒരു പേര് പൊന്നു പറഞ്ഞു, എൻ്റെ പേര് എനിക്കറിയില്ല. വാല് പറിക്കുക അങ്ങനെ എന്തോ. അപ്പോൾ വാലില്ലാത്തതുകൊണ്ട് തുണി തൂക്കിയിട്ടിട്ട് അത് വാലാക്കിയിട്ട് നമ്മൾ അങ്ങനെ ഒരു ഗെയിം കളിച്ചു. പിന്നെ
കലം തല്ലി പൊട്ടിക്കില്ലേ, അതിനൊരു കലം ഇല്ലാത്തതിന് ചേട്ടൻ ഞങ്ങൾക്ക് അവിടെ ഒരു കുപ്പി തൂക്കി തന്നു. എന്നിട്ട് അതടിച്ച് പൊട്ടിക്കാൻ പറഞ്ഞു. പൊട്ടിക്കില്ല, അതൊരു തവണ അടിച്ചാൽ മതി. അങ്ങനെ ഗെയിം വെച്ചു. അതും കളിച്ചു. ഇത് സാധാരണ എല്ലാ വർഷവും നമ്മൾ ഇതുപോലെ എന്തെങ്കിലും ഗെയിമൊക്കെ കളിക്കാറുണ്ട് കേട്ടോ. ഈ ഗെയിം ഇല്ലെങ്കിൽ എന്താണെങ്കിലും ഈ നാരങ്ങ സ്പൂണും കസേരകളിയൊക്കെ നമ്മൾ കളിക്കാറുണ്ട്, എല്ലാ വർഷവും കളിക്കാറുണ്ട്. കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല, അതിൻ്റെ മുമ്പത്തെ വർഷമൊക്കെ കളിക്കുമായിരുന്നു. അന്ന് ഇതിലും കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു. ചേട്ടനൊരു പെങ്ങളും കൂടെ ഉണ്ട്, മൂവാറ്റുപുഴയാണ്. അവൾക്ക് 3 പിള്ളേരുണ്ട്. അവരും കൂടെ വരുമ്പോഴേക്കും പിന്നെ ആൾ കൂടും. അത് ഭയങ്കര രസമാണ്. അപ്പോൾ ഇത്തവണ പിന്നെ അവർ വന്നില്ല, കാരണം കുഞ്ഞുങ്ങൾക്ക് സുഖമില്ലാത്തതുകൊണ്ട് അവൾ വന്നില്ല. അപ്പം 4 പേര് കുറഞ്ഞു. 4 പേരല്ല, അവർ 5 പേര് വരും. പിള്ളേരെ കൂട്ടുവാണെങ്കിൽ 3 പേര് കുറഞ്ഞു. എന്താണേലും ഞങ്ങളുടെ ഓണാഘോഷ പരിപാടിയൊക്കെ അടിപൊളിയായിട്ട് നടന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.